നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. തുടർച്ചയായ രണ്ടാം തവണയും അവിശ്വാസം അതിജീവിച്ച് ലിബറൽ സർക്കാർ. കൺസർവേറ്റീവുകൾ ഹൗസ് ഓഫ് കോമൺസിൽ അവതരിപ്പിച്ച പ്രമേയം NDPയുടെയും ബ്ലോക്ക് ക്യൂബക്കോയ്സിന്റെയും പിന്തുണയോടെയാണ് ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ അതിജീവിച്ചത്. അടുത്ത തവണ അവിശ്വാസം വരുമ്പോൾ തങ്ങൾ പിന്തുണയ്ക്കുമോ എന്നുറപ്പില്ലെന്നും തങ്ങൾ ഉന്നയിച്ച പെൻഷൻ ബില്ലിൽ അനുഭവപൂർവകമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി മറിച്ചാവുമെന്നും ബ്ലോക്ക് ക്യൂബക്കോയ്സ് വ്യക്തമാക്കി. അധ്യാപക ക്ഷാമത്താൽ വലഞ്ഞ് ഓന്റാരിയോയിലെ സ്കൂൾ ബോർഡുകൾ ഫ്രഞ്ച്, ടെക് വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ മുൻപൊന്നുമില്ലാത്ത വിധം അധ്യാപക ദൗർലഭ്യം നേരിടുകയാണ് തങ്ങളെന്ന ഓന്റാരിയോയിലെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള ഗവേണിംഗ് ബോഡി വ്യക്തമാക്കി. 2017 മുതൽ ഇന്നോളം എലിമെന്ററി സെക്കൻഡറി കോഴ്സുകളിലെ എൻറോൾമെന്റിൽ 14% വർധനവോടെ തദ്ദേശീയ ഭാഷാ കോഴ്സുകളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ അതിനൊത്ത അധ്യാപകരെ കണ്ടെത്തുകയെന്ന ഹിമാലയൻ യത്നത്തിലാണ് തങ്ങളെന്നും വരും കൊല്ലങ്ങളിൽ അധ്യാപക ക്ഷാമം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചു. യുദ്ധം കടുത്തിട്ടും തിരിച്ചു വരാതെ ലെബനീസ് കനേഡിയൻ പൗരന്മാർ. ഗ്ലോബൽ അഫയേഴ്സ് കാനഡയുടെ റിപ്പോർട്ട് പ്രകാരം ലെബനോനിൽ നിലവിലുള്ള കനേഡിയൻ പൗരന്മാരിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് കാനഡയിലേക്ക് തിരിച്ചു വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ രാജ്യം വിടാൻ തയ്യാറാകുമെന്ന നിഗമനത്തിലാണ് കാനഡ. ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ ഓഫ് കനേഡിയൻസ് എബ്രോഡ് പ്രോഗ്രാമിൽ 20,000 കനേഡിയന്മാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് GSE അധികൃതർ പറയുന്നു. ജനന നിരക്കിൽ തുടർച്ചയായ രണ്ടാം വർഷവും കാനഡ കുറവ് രേഖപ്പെടുത്തിയതായി കനേഡിയൻ ഏജൻസി. ഒരു സ്ത്രീക്ക് 1.3 എന്ന കണക്കിലാണ് ഇപ്പോൾ ജനന നിരക്കെന്നും അത് ഭാവി കാനഡയുടെ പ്രതീക്ഷകൾക്ക് മേലുള്ള വെല്ലുവിളിയാകുമെന്നും ഏജൻസി ഓർമ്മിപ്പിക്കുന്നു. ദക്ഷിണ കൊറിയ, സ്പെയിൻ, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ ഏറ്റവും താഴ്ന്ന ഫെർട്ടിലിറ്റി രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ കാനഡയും പങ്കാളിയായിരിക്കുന്നെന്നും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ആശ്വാസം പകരുന്ന നടപടി അല്ലെന്നും ഏജൻസി ഓർമ്മിപ്പിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ കണക്കനുസരിച്ച് 13 പ്രവിശ്യകളിലെ 10ലും കുറഞ്ഞ ജനന നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ പിന്നിൽ നിന്ന് ആക്രമണങ്ങൾ നയിച്ച ഇറാനിത ഒടുവിൽ നേർക്കുനേർ യുദ്ധത്തിനായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 180ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലും അധിനിവേശ പലസ്തീനും ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുകയായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 ഉദ്ദേശ ലക്ഷ്യം. ഇസ്രായേലിന്റെ പ്രതികാരം എങ്ങനെയാവുമെന്ന കടുത്ത ആശങ്കയിലാണ് ലോകം. മൂന്നാം ലോക മഹായുദ്ധമായി ഈ യുദ്ധം മാറുമോ എന്നും മധ്യേഷ്യയെ തകർക്കുന്ന യുദ്ധം ആകുമോ എന്നുമുള്ള അങ്കലാപ്പിലാണ് ലോകം. മനാഫ് തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്ന കാർവാൻ SP M നാരായണ. മനാഫ്, മാൽപെ എന്നിവർക്കെതിരെ വ്യാജ പ്രചരണത്തിന് കേസെടുത്തു. അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിയെന്നും ഉത്തര കന്നഡ SP M നാരായണ വ്യക്തമാക്കി. മാൽപെയും മനാഫും നാടകം കളിച്ചു. തുടർന്ന് ആദ്യ 2 ദിവസം നഷ്ടമായി. MLAക്കും SP-ക്കും കാര്യം മനസ്സിലായി. മനാഫിന് യൂട്യൂബ് ചാനലുണ്ട്. പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച. ഇതെല്ലാം ഈശ്വര മാൽപയും നടത്തിയ നാടകമാണെന്നും അർജുന്റെ കുടുംബം വ്യക്തമാക്കി. മലയാള ചിത്രം ബ്രഹ്മയുഗത്തിന് അന്താരാഷ്ട്ര നേട്ടം. ആഗോളതലത്തിൽ പ്രശസ്തമായ പ്രമുഖ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ലെറ്റർ ബോക്സിന്റെ 2024 ടോപ്പ് 10 ഹൊറർ ചിത്രങ്ങളിൽ 2ാം സ്ഥാനം ബ്രഹ്മയുഗം സ്വന്തമാക്കി. ഈ വർഷം ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ നിന്നാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോളിവുഡ് ചിത്രം ദ സബ്സ്റ്റൻസ് ആണ് 1ാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാപ്പനീസ് ചിത്രം ചൈം, തായ്ലാൻഡ് ചിത്രം ഡെഡ് ടാലന്റ് സൊസൈറ്റി, അമേരിക്കൻ ചിത്രങ്ങളായ യുവർ മോൺസ്റ്റർ, ഏലിയൻ, സ്ട്രേഞ്ച് ഡാർലിംഗ്, ഐ സോ ദ TV ഗ്ലോ, ഡാനിഷ് ചിത്രം ദ ഗേൾ വിത്ത് ദ നീഡിൽ, കൊറിയൻ ചിത്രം എക്സ്ഹ്യൂമ എന്നിവയാണ് ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.